നിയമം കാക്കേണ്ടവർ തന്നെ ഗുണ്ടകളായി മാറിയാൽ പിന്നെ എവിടെയാണ് ജനങ്ങൾക്ക് രക്ഷ? നവകേരള സദസ്സിന്റെ കാലത്ത് ആലപ്പുഴയിൽ വെച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പേഴ്സണൽ സെക്യൂരിറ്റി സംഘം ക്രൂരമായിട്ട് തല്ലിച്ചതച്ച സംഭവം നാം കണ്ടതാണ്. അന്ന് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ന്യായീകരിച്ച മുൻ ഭരണാധികാരികൾക്ക് ഇപ്പോൾ കാലം കാത്തുവെച്ച ശക്തമായ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ നടത്തിയത് കേവലം ക്രമസമാധാന പാലനമല്ല, മറിച്ച് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അതിക്രൂരമായ മർദ്ദനമാണെന്ന് വി.ഡി. സതീശൻ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അടിവരയിടുകയാണ്. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് SP KV ഷൗക്കത്ത് അലി ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് വൈകാതെ തന്നെ DGPക്ക് ഔദ്യോഗികമായിട്ട് കൈമാറും. നട്ടപ്പാതിരയ്ക്ക് നിയമം വളച്ചൊടിച്ച പ്രതികളെ സംരക്ഷിക്കാൻ നോക്കിയവർക്കുള്ള കനത്ത പ്രഹരമാണിത്. ഭരണമാറ്റത്തിന് പിന്നാലെ പോലീസ് മേധാവിത്വം പൂർണ്ണമായിട്ടും തിരിച്ചുപിടിച്ച പുതിയ ആഭ്യന്തര വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. മുൻ സർക്കാർ അതീവ രഹസ്യമായിട്ട് പൂഴ്ത്തിവെച്ചിരുന്ന നിർണായക തെളിവുകൾ ഇപ്പോൾ വെളിച്ചം കണ്ടിരിക്കുന്നു. സംഭവ സമയത്ത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ സമർപ്പിച്ച സ്പെഷ്യൽ റിപ്പോർട്ടിലാണ് കേസിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിട്ട് മാറാൻ കാരണം. യൂത്ത് കോൺഗ്രസുകാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ റോഡിലിട്ട് തല്ലിയ നടപടി കേരള പോലീസിന് ആകെ വലിയ അവമതിപ്പുണ്ടാക്കിയെന്നും ഇവർക്കെതിരെ അടിയന്തര നടപടി വേണമെന്നുമായിരുന്നു ചൈത്ര തെരേസയുടെ റിപ്പോർട്ട്. എന്നാൽ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിലെ ഉന്നതർ ഇടപെട്ട് പൂർണ്ണമായിട്ടും മുക്കുകയായിരുന്നു. സത്യസന്ധമായിട്ട് റിപ്പോർട്ട് നൽകിയതിന്റെ തൊട്ടു പിന്നാലെ ആ ഉദ്യോഗസ്ഥയെ പ്രതികാര ബുദ്ധിയോടെ ദൂരേക്ക് സ്ഥലം മാറ്റാനും മറന്നില്ല ഈ പറഞ്ഞ പിണറായി സർക്കാർ. ഇരകളായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കോടതി വഴി ഗൺമാൻമാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തപ്പോഴും മുൻ ഭരണകൂടം ഈ സ്പെഷ്യൽ റിപ്പോർട്ട് DGP ഓഫീസിലോ കോടതിയിലോ എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുത്തിരുന്നു. ഇത്രമാത്രം മതി ആസൂത്രണമാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കാൻ. മുൻ സർക്കാരിന്റെ പൂർണ്ണമായ രാഷ്ട്രീയ സംരക്ഷണത്തിലാണ് ഒന്നാം പ്രതിയായ ഗൺമാൻ അനിൽകുമാറും രണ്ടാം പ്രതിയായ സുരക്ഷാ ജീവനക്കാരൻ സന്ദീപും കണ്ടാലറിയാവുന്ന മറ്റ് 2 പേരും യാതൊരു നടപടിയും നേരിടാതെ ഇത്രയും കാലം പിണറായി വിജയൻ സുരക്ഷാ സംഘത്തിൽ തന്നെ തുടർന്നത്. എന്നാൽ അധികാരം മാറിയപ്പോൾ കളി മാറി. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പുതിയ അന്വേഷണ സംഘം ചൈത്ര തെരേസ ജോണിന്റെ പഴയ സ്പെഷ്യൽ റിപ്പോർട്ട് ഫയലുകളിൽ നിന്നും കൃത്യമായിട്ട് പൊക്കിയെടുത്ത് കേസിന്റെ ഭാഗമാക്കുകയായിരുന്നു. ഇതോടെ മുൻപ് പ്രതികളെ സംരക്ഷിക്കാൻ മുൻകൈയെടുത്ത ഉന്നത ഉദ്യോഗസ്ഥരും കടുത്ത പ്രതിസന്ധിയിലായിട്ടുണ്ട്. 2023 ഡിസംബർ 15 ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച നിയുക്ത MLA AD തോമസിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യോക്കസിനെയും ഈ ഗൺമാൻമാർ ക്രൂരമായിട്ട് മർദ്ദിച്ചത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി അകമ്പടി വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങിയ അനിൽകുമാറും സംഘവും ഇരുവരെയും പൊതിരെ തല്ലിയത്. അന്ന് തലയ്ക്കും കൈകാലുകൾക്കും മാരകമായിട്ട് പരിക്കേറ്റ് ഇവർ മാസങ്ങളോളം ചികിത്സയിലായിരുന്നു എന്ന കാര്യം പൊതുസമൂഹം മറന്നിട്ടില്ല. അന്ന് ഈ ക്രൂരതയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയും വൻതോതിൽ പ്രചരിച്ചപ്പോൾ അതിനെ ന്യായീകരിക്കാൻ മുൻ മുഖ്യമന്ത്രി കാണിച്ച ആവേശം കേരളം ഇപ്പോഴും മറന്നിട്ടില്ല. കേസ് അന്വേഷിച്ച അന്നത്തെ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP പ്രതികൾക്ക് അനുകൂലമായിട്ട് കോടതിയിൽ റഫർ റിപ്പോർട്ട് നൽകി കേസ് ഒതുക്കാൻ പരമാവധി നോക്കി. എന്നാൽ നീതിപീഠം കണ്ണു തുറന്നു തന്നെയിരുന്നു. പരാതിക്കാർ കോടതിയെ സമീപിച്ചതോടെ 2024 നവംബറിൽ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി കേസിൽ പുനരന്വേഷണത്തിന് കർശന ഉത്തരവിട്ടു. പുതിയ UDF സർക്കാർ അധികാരമേറ്റതോടെ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ 7 അംഗ ശക്തമായ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുകയായിരുന്നു. ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും കേസ് ഫയലുകൾ പൂർണ്ണമായിട്ടും വിളിച്ചു വരുത്തിയ ഷൗക്കത്ത് അലി ഓരോ തെളിവും ശാസ്ത്രീയമായി പുനഃപരിശോധിച്ചു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ദൃശ്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ നിയമലംഘനങ്ങൾ വളരെ വ്യക്തമാണെന്ന് SIT DGPയെ കണ്ടറിയിച്ചു. മാധ്യമങ്ങൾ പുറത്തുവിട്ട ആക്രമണ ദൃശ്യങ്ങളുടെ ആധികാരികതയിൽ യാതൊരുവിധ സംശയമില്ല എന്ന് സൈബർ ഫോറൻസിക് പരിശോധനയിലൂടെ അന്വേഷണ സംഘം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കൃത്രിമത്വം നടന്നിട്ടില്ല എന്നും പ്രതികൾ മനഃപൂർവ്വം ഇരകളെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് മർദ്ദിച്ചത് എന്നും തെളിഞ്ഞിരിക്കുന്നു. കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ പ്രവർത്തിച്ചത് എന്ന പ്രതികളുടെ വാദങ്ങളെല്ലാം SP ചൈത്ര തെരേസ ജോണിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലൂടെയും ഡിജിറ്റൽ തെളിവുകളിലൂടെയും പൂർണ്ണമായിട്ടും പൊളിഞ്ഞു വീഴുകയാണ്. അന്വേഷണ സംഘത്തിലെ സുപ്രധാന ഉദ്യോഗസ്ഥനായ DYSP ബൈജു K പൗലോസ് കൂടി ആലപ്പുഴയിൽ എത്തുന്നതോടെ പ്രതികളെ ഗൺമാൻമാരെ ചോദ്യം ചെയ്യാനായിട്ട് ഔദ്യോഗികമായിട്ട് വിളിപ്പിക്കും.
വിട്ടുവീഴ്ചയില്ലാത്ത ചോദ്യം ചെയ്തതിനു ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുവാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. മുൻ ചീഫ് ഇൻവെസ്റ്റിഗേറ്ററായിരുന്ന പ്രമുഖരെ ചോദ്യം ചെയ്യാൻ പുതിയ ടീം എത്തുമ്പോൾ അത് മുൻ ഭരണപക്ഷ ക്യാമ്പുകളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. പിണറായി വിജയന്റെ വിശ്വസ്തരായ ബോഡി ഗാർഡുകൾക്ക് വി ഡി സതീശൻ സർക്കാരിന്റെ പുതിയ അന്വേഷണ റിപ്പോർട്ട് കനത്ത പ്രഹരമുണ്ടാക്കും. വരും ദിവസങ്ങളിൽ DGPക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ ഈ 4 പേരുടെയും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പും കടക്കും. നിയമം കയ്യിലെടുത്ത രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി ഗുണ്ടായിസം കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ശക്തമായ താക്കീതായിട്ട് ഈ കേസിന്റെ അന്തിമ വിധി മാറും എന്നതിൽ തർക്കമില്ല. നിയമവാഴ്ചയുടെ ഈ തിരിച്ചുവരവ് ജനങ്ങൾക്ക് നൽകുന്ന പ്രത്യാശയും ചെറുതല്ല.